അപ്പോൾ ഇത് നോക്കി, ഇതാർക്കെങ്കിലും അറിയോ? പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് പോരുമ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഒരു കുറിപ്പ് വാങ്ങുന്നൊരു സാധനം മനസ്സിലായോ? അതെ, ഇതാണ് ഓട്ടോഗ്രാഫ്. ഓട്ടോഗ്രാഫ് പല ഷേപ്പിലും ഉണ്ട് കേട്ടോ. ഒരു നീളത്തിൽ പണ്ടൊക്കെ നമ്മൾ ചിലപ്പോൾ 7ാം ക്ലാസ്സിൽ നിന്നൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. പിന്നെ 10ാം ക്ലാസ് എത്തുമ്പോൾ നമ്മൾ വാങ്ങും അല്ലേ? എല്ലാവരുടെ അടുത്തുണ്ടോ? ഞാൻ ഇന്ന് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. എൻ്റെ മക്കൾക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കാൻ. ഇതൊക്കെ എൻ്റെ മക്കളാണ്. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് അമ്മയെന്ന് ചോദിക്കും. എന്നുവെച്ചാൽ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒരു കുറിപ്പ്, ഇതൊക്കെ ഇന്നും നമുക്ക് ഓർമ്മിക്കും. ഇന്നൊക്കെ അല്ലേ ഫോണ്, മെസ്സേജ്, വാട്സപ്പ്, ഓരോരോ ഗ്രൂപ്പുകൾ അല്ലേ? എന്തിനിന്ന് ഗ്രൂപ്പാണ് മനസ്സിൻ്റെ. ഇതൊക്കെ നമുക്ക് ഇന്ന് അവരെ കൈയെഴുത്തോടുകൂടി അവരെ ഫോൺ നമ്പർ, അവരുടെ അഡ്രസ്സ് ഇതൊക്കെ പറഞ്ഞ് അല്ലേ ഓരോരോ കുറിപ്പുകൾ എഴുതുന്നത്. നമ്മളെ സാറുമാരെ കുറിപ്പുണ്ടാവും, നമ്മളെ ടീച്ചേഴ്സിൻ്റെ കുറിപ്പുണ്ടാവും, നമ്മളെ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് എഴുത്തുകളുണ്ടാവും. ഇതൊക്കെ ഓരോരോ കുറിപ്പുകൾ. ഈ പാല പൊത്ത സമയത്ത് പാടാൻ മറന്നാലും പരീക്ഷ സമയത്ത് പഠിക്കാൻ മറക്കരുത്. ഇതൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു പ്രചോദനമാണ് അല്ലേ? പഠിക്കരി അങ്ങനെയൊക്കെ ഈ ഒരു വാക്ക് എത്ര ശത്രു ആയാലും ഓട്ടോഗ്രാഫ് എഴുതാൻ അന്ന് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ്. അതേമാതിരി മിഠായി കൊടുക്കുക, അത് ഓർമ്മയല്ലേ? 10ാം ക്ലാസ് ആകുമ്പോഴേക്കും നിരത്തി നമ്മൾ മിഠായി കൊടുക്കുക. അന്നൊരു എന്താ പറയുക, ഒരു ഉത്സവമാണ് അല്ലേ? പക്ഷെ സങ്കടം ഉണ്ടാവും. അതേമാതിരി പേജിൻ്റെ അവസാനമാണെങ്കിൽ ഓർമ്മയിൽ ആദ്യമായിരിക്കണമെന്ന് പറയുന്നില്ല, എങ്കിലും ഓർക്കുക വല്ലപ്പോഴും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്നും നമ്മളെ ഫ്രണ്ട്സിന് സത്യം പറഞ്ഞാൽ ഞാനൊന്നും നാട്ടിൽ പോകുമ്പോഴേ ഏതൊക്കെയോ കാലത്താണ് ആരും കാണില്ല സത്യം പറഞ്ഞാൽ.